أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. إن الله على كل شيء قدير. അല്ലാഹു സർവ്വതിനും കഴിവുള്ളവനാണ്. ഈ തഫ്സീർ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മുനാഫിഖുകൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നല്ലോ. മസലുഹും ക മസലില്ലദി ഇസ്തൗഖദ നാറ, അവർ ഇരുട്ടിൽ മഴ പെയ്ത ടീമിനെ പോലെയാണ് ഇടിമിന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞത് എന്തായിരുന്നു? മറ്റൊരു ഉദാഹരണം പറഞ്ഞത് ഔക സയ്യിബിൻ മിനസ്സമായി ഫീഹി ദുലുമാത്തും വറഅദും വബർഖുൻ എന്ന് പറഞ്ഞു. ഒരു മഴ പെയ്ത പോലെയാണ്, അല്ലെങ്കിൽ തീ കത്തിച്ചവരെ പോലെയാണ്. ഇങ്ങനെ രണ്ട് ടീമിനെ പറഞ്ഞു. ഇതിന് തംസീലി എന്നാണ് പറയുക ഈ ഉദാഹരണങ്ങൾക്ക്. ഈ ഉദാഹരണങ്ങൾ തംസീൽ മുറക്കബുണ്ട്, തംസീൽ മുഫ്രദും ഉണ്ട്. തംസീൽ മുഫ്രദാണിപ്പോൾ. മുറക്കബ് പറഞ്ഞു, മുഫ്രദും ഒരു ഉദാഹരണം പറഞ്ഞു. ഇനി മുഫ്രദിൻ്റെ വേറൊരു ഉദാഹരണം, അതായത് ഒരു കൂട്ടം ഉദാഹരണങ്ങളെ ഒരു കൂട്ടം കാര്യങ്ങളെ തുല്യപ്പെടുത്തുകയാണ്. അതിൽ ഓരോന്നിനോടും ഓരോന്ന് തുല്യപ്പെടുത്തുന്നതിനാണ് തംസീൽ മുഫ്രദ് എന്ന് പറയാം. അതിന് മറ്റൊരു ഉദാഹരണം ഞാനത് വിശദീകരിക്കണ്ടില്ല, ഞാനങ്ങനെ അർത്ഥം വെച്ച് പോയാൽ തന്നെ തിരിയും. ഇവിടെ മുനാഫിഖുകളുടെ കാപ്പട്ടിയാണല്ലോ വിഷയം. അപ്പോൾ ശുബ്ബിഹൽ ഈമാനു വൽ ഖുർആനു വസായിറു മാ ഊതിയൽ ഇൻസാനു മിനൽ മആവിലില്ലതി സബബുൽ ഹയാത്തിൽ അബ്ദിയ. ഇതാണ് മുശബ്ബഹ്. ഈമാന്, ഖുർആന് മനുഷ്യന് നൽകപ്പെട്ട ശാശ്വതമായ ജീവിതത്തിൻ്റെ കാരണമായി തീരുന്ന പടച്ച റബ്ബിൻ്റെ സഹായങ്ങൾ അല്ലേ. സായിറമാ ഊതിയൽ ഇൻസാൻ, മനുഷ്യന് നൽകപ്പെട്ട മിനൽ മആവിൻ അനുഗ്രഹങ്ങൾ, അല്ലതി സബബുൽ ഹയാത്തിൽ അബ്ദിയ, വിജയത്തിന് കാരണമാകുന്ന ഖുർആനും ഈമാനും. ഇതിനെ തുല്യപ്പെടുത്തി ബിസ്വയ്യിബില്ലദീ ബിഹി ഹയാത്തുൽ അർദി, ഭൂമിയുടെ ജീവൻ നിലനിൽക്കുന്ന ഒരു മഴയോട് തുല്യപ്പെടുത്തി. ഭൂമിയുടെ ജീവൻ തുല്യപ്പെടുത്തുന്ന മഴ മാതിരിയാണ് ഈമാനും ഖുർആനും. പിന്നെ ഈമാനിലുണ്ടാകുന്ന ശുബഹകളില്ലേ, അതിനെ ഇരുട്ടിനോട് തുല്യപ്പെടുത്തി. വമർത്തക്കബത്ത് ബിഹ, ഈ ഈമാന് ഖുർആന് പോലെയുള്ള ഈ അനുഗ്രഹങ്ങളുമായി കൂടിക്കലരുന്ന വസ്തുക്കളെ തുല്യപ്പെടുത്തി. ഇർത്തക്കബത്ത് എന്നാണ് ഇഖ്തർതഫത്ത്, ഇർത്തബക്ക ഇഖ്തതഫത്ത് മിനശുബഹിൽ മുബത്തില, വിശ്വാസം അസാധുവാക്കുന്ന സംശയങ്ങൾ. വാത്തറലത്ത് ദൂനഹ, ഈ ഖുർആനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന മിനൽ ഇത്തിറാലാത്തി, ചോദ്യങ്ങൾ, അൽ മുഷ്കില, മനുഷ്യനെ അസ്വസ്ഥനാക്കുന്ന സംശയാലുവാക്കുന്ന ചോദ്യങ്ങളും. ഈ അവസ്ഥയെ, ഈമാനിലുണ്ടാകുന്ന ശുബഹകൾ, ഇത്തിറാലാത്തുകൾ, അവ്യക്തതകൾ, സംശയങ്ങൾ, ഇതിനെ തുല്യപ്പെടുത്തി എന്തിനോട്? ബിദ്ദുലുമാത്തി, ഇരുട്ടിനോട്. ഈമാനിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ ഓരോന്ന് പറയാണ്. സയ്യിബിൻ ഫീഹി ദുലുമാത്തു എന്നല്ലേ. അപ്പോൾ ഈമാനെ സയ്യിബിനോട്, ഫീഹി ദുലുമാത്ത് എന്ന് പറഞ്ഞാൽ ദുലുമാത്തിനോട് എന്തിന്? ഈമാനിൽ വരുന്ന കൂടിക്കലരുന്ന ശുബഹകളും ഇത്തിറാലാത്തുകളും. പിന്നെ ഖുർആനിൽ എന്തുണ്ട്? വമാ ഫീഹാ മിനൽ വഅദി വൽ വഈദി, വിശുദ്ധ ഖുർആനിലുള്ള വഅദ് വഈദിനെ തുല്യപ്പെടുത്തി ബിർറഅദി, ഇടിയോട്. ഇടി ഒരു ഇതാണല്ലോ. പിന്നെ വമാ ഫീഹാ മിനൽ ആയാത്തിൽ ബാഹിറ, പരിശുദ്ധ ഖുർആനിലുള്ള വ്യക്തമായ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളെ തുല്യപ്പെടുത്തി ബിൽ ബർഖി, ഇടിമിന്നിനോട് തുല്യപ്പെടുത്തി. പിന്നെ വതസാമ്മുഹും അമ്മാ യസ്മഊന മിനൽ വഈദ്, പരിശുദ്ധ ഖുർആനിൽ അവർ കേൾക്കുന്ന വഈദില്ലേ, താക്കീതുകൾ, ആ താക്കീതുകളെ തൊട്ട് അവർ അന്ധരാവുക. തസമ്മ ഇതിനെ തുല്യപ്പെടുത്തി ബിഹാലിമൻ യഹൂലുഹുർ റഅദു, ഇടി ഭയപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ, ഭയപ്പെടുത്തുന്നയാളുടെ അവസ്ഥയോട് തുല്യപ്പെടുത്തി. വഈദ് കേട്ടിട്ട് അതിലിങ്ങനെ കേൾക്കാതെ ആകത്ത സോമമാവുക, അതിൽ ബധിരനാവുക, ചെവി പൊട്ടനാകുന്ന ഒരവസ്ഥ എന്തിനോട് തുല്യപ്പെടുത്തി? ഇടിങ്ങട്ട് പൊട്ടിയിട്ടൊന്നും കേൾക്കാതെ ആകെ ഭയപ്പാടിലകപ്പെട്ട ഒരു വ്യക്തിയോട് തുല്യപ്പെടുത്തി.
അപ്പോൾ ഫയഖാബ് സവായിഖഹു, അയാൾ ആ സായിഖത്തിനെ പേടിക്കുകയാണ്, മരണം വരുന്ന ആ ഇടിത്തി അതിനെ പേടിക്കുകയാണ്. ഫയസുദ്ദു ഉദ്നഹു അൻഹ, അപ്പോൾ അയാൾ അതിൽ നിന്ന് കേൾക്കാതിരിക്കാൻ ചെവി പൊത്തിപ്പിടിക്കുകയാണ്. സത്യത്തിൽ മാ അന്നഹു ലാ ഖലാസ ലഹു മിൻഹ, അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല, അയാൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുമില്ല. അതോടൊപ്പം വഹുവ മാന ഖൗലിഹി തആല വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ, അള്ളാഹു കാഫിറുകളെ വലയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. പിന്നെ വഹ്തിസാസുഹും ലിമാ യൽമഉ ലഹും മിൻ റുഷ്ദിൻ യുദ്രികൂനഹു ഔ റഫ്ദിൻ യത്മഹു ഇലൈഹി അബ്സാറുഹും, പിന്നെ അവരുടെ ഇഹ്തിസാസില്ലേ, ലിമാ യൽമഉ ലഹും മിൻ റുഷ്ദിൻ, അവർക്ക് വെളിപ്പെടുന്ന സന്മാർഗങ്ങൾക്ക് വേണ്ടിയുള്ള, യുദ്രികൂനഹു അവർ എത്തിക്കുന്ന, ഔ റഫ്ദുൻ അല്ലെങ്കിൽ സഹായങ്ങൾ, യത്മഹു ഇലൈഹി അബ്സാറുഹും അവരുടെ കണ്ണുകളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന, കണ്ണുകളിങ്ങനെ ഉയർന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന, അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ, അതിനെ തുല്യപ്പെടുത്തി. ഈ മുനാഫിക്കുകൾക്ക് ഈ റുഷ്ദ് കിട്ടുമല്ലോ ഖുർആനിൽ നിന്ന്, നല്ല നല്ല ഉപദേശങ്ങൾ. അപ്പോൾ അവരെത്തിക്കുന്ന ഉപദേശങ്ങൾ കാരണം അവർക്ക് ഉണ്ടായിത്തീരുന്ന എൽമാവും, അവർക്ക് മുന്നിൽ തെളിയുന്ന ആ ഒരു പ്രകാശമുണ്ടല്ലോ, ആ സത്യവഴി, ആ സത്യവഴി കാണുമ്പോൾ ഇഹ്തിസാസുഹും അവർക്ക് വല്ലാത്ത ഒരു ഉന്മേഷം ഉണ്ടാവും അല്ലേ. ഇഹ്തിസാസ്, ഇഹ്തസ, തരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഖുർആനിലെ വലിയ വലിയ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ റഫ്ദിൻ അല്ലെങ്കിൽ സഹായം, യത്മഹു ഇലൈഹി അബ്സാറുഹും അവരുടെ കണ്ണുകൾ ഇങ്ങനെ ഉറ്റുനോക്കുന്ന, അതായത് ഇസ്ലാമിലേക്ക് ഇങ്ങനെ കൂടിയാൽ എന്തുണ്ടാവും, കുറേ ആനുകൂല്യം കിട്ടുമല്ലോ, സക്കാത്ത് കിട്ടും, സദക്ക കിട്ടും, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടും. ആ റഫ്ദ് എന്ന സഹായം. അപ്പം ഖുർആനിൽ നിന്ന് യുദിരിക്കൂനവരെത്തിക്കുന്ന റുഷ്ദും അവരിങ്ങനെ ഉറ്റുനോക്കുന്ന, തുറച്ചു നോക്കുന്ന സഹായങ്ങളും, ഇതിൻ്റെ പേരിലൊക്കെ അവർക്കുണ്ടാകുന്ന ഒരു ആവേശമുണ്ട്, ഇഹ്തിസാസ്. ഈ ആവേശത്തെ തുല്യപ്പെടുത്തി മഷീഹിം ഫി മത്രഹിലോ ഇൽ ബർഖി, ആ ഇടിമിന്നൽ വീഴുന്ന സ്ഥലത്തുള്ള നടത്തത്തോട്, അത് നടക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുമല്ലോ. ഭയങ്കര ഇരുട്ടിലാണ്, അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, വെളിച്ചം കാണുമ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇത് ഏതുപോലെയാണ്, ഖുർആനിൻ്റെ വെളിച്ചം കിട്ടുമ്പോൾ ഇസ്ലാമിൻ്റെ സഹായങ്ങൾ കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, ഇഹ്തിസാസ്, അതുപോലെയാണ്. കുല്ലമ അല്ലാ അലഹും, അവർക്ക് പ്രകാശിക്കുമ്പോഴൊക്കെ. എന്തിനോട് തുല്യപ്പെടുത്തി, മഷീഹിം ഫി മത്രഹിലോ ഇൽ ബർഖ്, മിന്നെറിയുന്ന സ്ഥലത്ത്, മിന്നെറിയുമ്പോൾ മിന്നിൻ്റെ ആ പ്രകാശം വീഴുന്ന സ്ഥലത്ത് അവർ നടക്കുന്നതിനോട് തുല്യപ്പെടുത്തി. പിന്നെ തഹയ്യുറഹും, ഓരോന്ന് മറ്റൊന്നിനോട് തുല്യപ്പെടുത്തുന്നതാണല്ലോ ഈ തംസീൽ മുഫ്രദ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ തഹയ്യുർ, ഒരാകെ ആകുലത, തവഖുഫഹും ഫിൽ അംരി, അവരുടെ ഒരു സ്തംഭനാവസ്ഥ. ഏതിൽ, ഹീന തഅരിദുലഹും ശുബ്ഹത്തുൻ, അവർക്ക് ശുബ്ഹ വരുമ്പോൾ, വെളിപ്പെടുമ്പോൾ, ഔ തഅയിനുലഹും മുസീബത്തുൻ, അല്ലെങ്കിൽ അവർക്ക് വല്ല മുസീബത്തും വന്നെത്തുമ്പോൾ, അന്ന തദ്ഹറു തഅരിദു, വല്ല മുസീബത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ശുബ്ഹ വരുമ്പോൾ ആകെ അവർക്ക് എന്ത് ചെയ്യുന്നു, കാര്യങ്ങളിൽ ഒരു സ്തംഭനാവസ്ഥയും ആകെ പരിഭ്രമവും വരുന്നുണ്ട് അല്ലേ. ഖുർആനിന് ശുബ്ഹ മറ്റൊക്കെ വരുമ്പോൾ എന്താ ഇപ്പോൾ കാട്ടുക എന്നുള്ളത്, കാരണം അവർക്കാണേ ഉള്ളത്. അതിനെ തുല്യപ്പെടുത്തി തവഖുഫിഹിം ഇദാ അദ്ലമ അലൈഹിം, ഇരുട്ട് വരുമ്പോൾ, മിന്നലൊക്കെ പോയി ഇരുട്ട് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ സ്തംഭനാവസ്ഥയോട് തുല്യപ്പെടുത്തി. അത് കഴിഞ്ഞു. വനബ്ബഹ ബി ഖൗലിഹി തആല വലൗ ശാ അല്ലാഹു ലദഹബ ബിസ്സമഇഹിം വഅബ്സാരിഹിം എന്ന വാക്കുകൊണ്ട് അല്ലാഹു ഉണർത്തി, അലാ അന്നഹു ജഅല ലഹും അസ്സമഅ വൽ അബ്സാറ, അല്ലാഹു സമഅ ബസറും അവർക്ക് നൽകിയത് ലിയതവസ്സലു ബിഹാ ഇലൽ ഹുദാ വൽ ഫലാഹ്, സന്മാർഗവും വിജയവും ത്തിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് എന്ന് ഉണർത്തുന്നുണ്ട് അല്ലേ. അവരെ കണ്ണിലും കാഴ്ചയിലും മൂടിണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണും കാതും അള്ളാഹു നൽകിയത് എന്തിനാണ്, യതവസ്സലു ബിഹാ എത്തിച്ചേരാനാണ്, ഹിദായത്തിലേക്കും വിജയത്തിലേക്കും. അതവർ ചെയ്തില്ല. സുമ്മ ഇന്നഹും സറഫുഹ, എന്നിട്ട് അതിനു വേണ്ടി ഉപയോഗിക്കാതെ അതിനവർ തിരിച്ചുവിട്ടു. ഇലൽ ഹുദൂദിൽ ആജില, ഈ ഭൗതികമായ നൈമിഷികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി. വസദ്ദുഹ, അതിനെ അവർ അടച്ചു വെച്ചു. അനിൽ ഫവാഇദിൽ ആജില, അന്ത്യനാളിൽ വരാനിരിക്കുന്ന നേട്ടങ്ങളെ തൊട്ട്
നേട്ടങ്ങളെ അവയെ തൊട്ട് തടഞ്ഞു വെച്ചു. വലോഷ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ജഅലഹും ബിൽ ഹാലത്തില്ലത്തി യജഅലൂനഹ, അവർ അവരുടെ സ്വന്തത്തിന് വേണ്ടി അവർ ആക്കിയിരിക്കുന്ന ഈ അവസ്ഥ ഉണ്ടല്ലോ, ഈ അവസ്ഥയെ അള്ളാഹു അവർക്കാക്കി കൊടുക്കും. അള്ളാഹു സൃഷ്ടിച്ചത് സമഅ ബസർ കൊണ്ട് ഹിദായത്തും ഫലവും കിട്ടാനാണ്. പക്ഷേ അവരെന്ത് ചെയ്തു? അത് വേണ്ട എന്ന് വെച്ചിട്ട് ദുനിയാവിൻ്റെ ഹുലൂല് സൗകര്യങ്ങൾക്ക് വേണ്ടി അതിനെ തിരിച്ചുവിടുകയും ആഖിറത്തിൽ അതുകൊണ്ട് കിട്ടുന്ന കണ്ണോടും കാതുകൊണ്ടൊക്കെ കിട്ടുന്ന വലിയ വലിയ ഫായിദുണ്ട്, ഖുർആനും ഈമാനൊക്കെ കേൾക്കുകയും പഠിക്കുകയും ചെയ്താൽ അതിനെ തൊട്ട് തടഞ്ഞു വെക്കുകയും ചെയ്തു. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? അവർ വിചാരിച്ച ആ കാര്യത്തിലേക്ക് തന്നെ അള്ളാഹുത്തല അതിനാക്കും എന്നാണ് പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിക്കാൻ ജാലഹും അവരാക്കും ബിൽ ഹാലത്തി ഒരവസ്ഥയിലെ അല്ലത്തി അങ്ങനത്തെ അവസ്ഥയെ ജാലൂനഹ അവർ അവർക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുത്തൊരവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിൽ അള്ളാഹട്ടാക്കും. പിന്നെ ഫഹും ലായ് ബസ്റൂൻ, പിന്നെ അവർക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞതാണ്. ഫഇന്നഹു അലാ മാ യശാഉ ഖദീർ, കാരണം അള്ളാഹു അവൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുന്നവനാണ്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള നിങ്ങളെ പിതാക്കൾ ഒക്കെ ഉണ്ടല്ലോ അവരെ സൃഷ്ടിച്ച, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി, മുത്തഖീങ്ങളിൽ പെടുന്നവരാകാൻ വേണ്ടി എന്ന്. ഇവിടെ യാ അയ്യുഹന്നാസ്, യാ എന്താണ്, അയ്യ് എന്താണ്, ഹാ എന്താണ്, അന്നാസ് ആരാണ്, ഇതൊക്കെയാണ് വിശദീകരിക്കുന്നത്. മുമ്പുള്ള ആയത്തുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, മുക്കല്ലഫുകളുടെ എല്ലാ സംഘത്തെക്കുറിച്ച് അള്ളാഹു എണ്ണി പറഞ്ഞല്ലോ. മുത്തഖീങ്ങൾ അഥവാ മോമിനീങ്ങൾ, മുനാഫിഖുകൾ, മുശ്രിക്കുകൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞു. അവരെ പ്രത്യേകത പറഞ്ഞു, അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ, അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു തആല മൊത്തത്തിൽ സംബോധന രീതിയിലേക്ക് മാറുകയാണ്. ഇതുവരെ സംബോധന രീതിയല്ല, ഹുദൽ മുത്തഖീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഘത്തെ അങ്ങനെ പരിചയപ്പെടുത്തിയായിരുന്നു. ഇനി നേരിട്ട് യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെന്ന് എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് പറയാണ്. ലമ്മ അദ്ദദ ഫിറഖൽ മുക്കല്ലഫീൻ, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കേണ്ട സംഘങ്ങളെ ഓരോന്നായി എണ്ണി പറഞ്ഞപ്പോൾ, വദക്കറ വഖവാസുഹും, അവർ പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ, മസാരിഫ ഉമൂരിഹിം, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അഖ്ബല അലൈഹിം, മൊത്തത്തിൽ അള്ളാഹു അവരിലേക്ക് ബിൽ ഖിതാബി, അള്ളാഹു അവരെ നേരിട്ട് സംബോധന ചെയ്യുകയാണ്. അലാ സബീലിൽ ഇൽത്തിഫാത്ത് ഉണ്ടല്ലോ, ഗൈബത്തെന്ന് ഹുളൂർക്ക്, ഹുളൂർന്ന് ഖിതാബ് എന്ന് പറയുന്ന മാതിരി. എന്തിനാണ് ഈ ഖിതാബിൽ ചെയ്ത് നേരെ സംബോധനം ചെയ്യുന്നത്? എന്തിനാണ്? ഹസ്സൽ ലിസ്സാമിഇ, കേൾവിക്കാരനെ ഒന്ന് ചലിപ്പിക്കാൻ വേണ്ടി, തൻഷീത്തല്ലഹു, അവനൊരു ഉന്മേഷം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് ഒരാളോട് വിളിക്കുമ്പോൾ അയാളൊന്ന് ഉണർത്തലാണല്ലോ ഉദ്ദേശം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ബഹ്തിമാമംബി അംരിൽ ഇബാദത്തി, പിന്നെ ഇബാദത്തിൻ്റെ കാര്യത്തിന് പ്രാധാന്യം നൽകാൻ വേണ്ടിയും. ഇപ്പോൾ അബദു റബ്ബക്കെന്ന് റബ്ബിനെ ആരാധിക്കുക എന്നല്ലേ, ഇതിനാണ് ഇങ്ങനെ ഇൽത്തിഫാത്ത് ചെയ്തത്. ഇൽത്തിഫാത്തിൻ്റെ നേട്ടമാണ് പറയുന്നത്. ഹസ്സൽ ലിസാമി ഒ തൻഷീത്തല്ലഹു വഹ്തിമാമം ബി അംരിൽ ഇബാദത്തി ഒ തഫ്ഖീമൻ ലിശഖ്നിഹ, ഇബാദത്തിൻ്റെ കാര്യത്തെ വലുതാക്കാൻ വേണ്ടിയും, ഒ ജബറൻ ലി കുലിഫത്തിൽ ഇബാദത്തി, പിന്നെ ഇബാദത്തിൻ്റെ ഒരു പ്രയാസം ഉണ്ടല്ലോ അതിനെ ഖിതാബിൻ്റെ രസം കൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയും. ഇബാദത്ത് എടുക്കണമെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ ജനങ്ങളെ എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹു തആല നേരിട്ട് നമ്മളോട് സംസാരിക്കുകയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ പ്രയാസമൊക്കെ നമുക്ക് ഈ സംബോധനത്തിൻ്റെ രസത്തിൽ ഇങ്ങോട്ട് ഇല്ലാതെ പോവാണ്. ഓ ജബറല്ലി കുൽഫത്തിൻ്റെ ഇബാദത്തിൻ്റെ ആ പ്രയാസത്തെ പരിഹരിക്കാൻ വേണ്ടിയും. എന്തുകൊണ്ട് പരിഹരിക്കുക? ബിലദ്ദത്തിൽ മുഖാത്തബത്തി, ഖിതാബത്തിൻ്റെ മുഖാത്തബത്ത്, സംബോധനത്തിൻ്റെ ആ രസം കൊണ്ട്. അള്ളാഹു അടിമലോടാണല്ലോ വിളിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരാൾ നമ്മളെ ഫോണിലൊക്കെ വിളിച്ചാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ? ഒരു വലിയ ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരാളെ നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ അയാൾക്ക് എന്തുണ്ടാകും? ഒരാവേശം ഉണ്ടാവും അതിനു വേണ്ടി. ഓക്കെ, അതിനാണ് ഇവിടെ ഗൈബത്തിൽ നിന്ന് ഹുദൂറിലേക്ക് അല്ല ഖിതാബിലേക്ക് മാറിയിട്ടുള്ളത്. ഇനി യാ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൂരെയുള്ള ആളെയും വിളിക്കാൻ പറ്റും, അടുത്തുള്ള ആളെയും വിളിക്കാൻ പറ്റും.
ദൂരമുള്ള ആളെ വിളിക്കാനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അടുത്തുള്ള ആളെ വിളിക്കാൻ ഉപയോഗിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ടാകും. അതാണ് പറയുന്നത്. വയാ ഹർഫുൻ ഹർഫാണ് ഉദയാലിനിദായിൽ ബഈദി, അകലെയുള്ള ആളെ വിളിക്കാൻ വേണ്ടി ഒക്കെപ്പെട്ട ഹർഫാണ്. വഖദീനാദാബിഹിൽ ഖരീബ്, ചിലപ്പോൾ അടുത്തുള്ള ആളെയും അതുകൊണ്ട് വിളിക്കും, ചിലപ്പോൾ അടുത്തുള്ള ആളെയും അതുകൊണ്ട് വിളിക്കും. തൻസീലല്ലഹു മൻസിലത്തൽ ബഈദ്, അകലുള്ള ആളെ സ്ഥാനത്ത് അടുത്തുള്ള ആളെ ഇറക്കിയിട്ട്. നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അടുത്തുള്ള ആളെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളെ ഉറക്കനോട് വിളിക്കും. എന്തിനാ, നീ ഇവിടെ അടുത്താണെങ്കിലും ദൂരെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. തൻസീലല്ലഹു മൻസിലത്തൽ ബഈദ്, അതെന്തിനാണ്? ഇമാലിയ അളമത്തിഹി, ഒന്നിരിക്കൽ അയാളെ മഹത്വം ഉണ്ടായതുകൊണ്ടാണ്. ഉദാഹരണത്തിന് കൗലിദായി പ്രാർത്ഥിക്കുന്ന ആൾ പറയാറില്ലേ, യാ റബ്ബി, എൻ്റെ റബ്ബേ, യാ അല്ലാഹ്, അല്ലാഹുവേ. ഇത് അള്ളാഹുവിനെ താഴ്മ ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹ് അടുത്തല്ലേ ഉള്ളത് ആണ്. വഹു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാളും അടുത്താണ് അന്നുള്ളത്. അപ്പോഴും അയാ റബ്ബി എന്നല്ലേ വിളിക്കുക. അടുത്തുള്ള ആളെ വിളിക്കാൻ വേണ്ടി അയാ റബ്ബി എന്നല്ലേ, അയാ എന്നല്ലേ ഉപയോഗിക്കുക, ഹയാ എന്നല്ലേ ഉപയോഗിക്കുക. അപ്പോൾ യാ റബ്ബി നന്നാണ് വിളിക്കുന്നത്. എന്താ, അള്ളാഹ് അടുത്താണെങ്കിലും അള്ളാഹുവിൻ്റെ ആ താഴ്മീമിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഔലി ഗഫലത്തിഹി വസൂഇ ഫഹമിഹി, അയാൾ അശ്രദ്ധയിലാണ്, അല്ലെങ്കിൽ അയാൾ മോശമായിട്ട് ഗ്രഹിക്കുന്ന ആളാണ്, കാര്യങ്ങളൊന്നും പറഞ്ഞാൽ തിരിയില്ല. അപ്പം അടുത്തല്ല, ദൂരം തന്നെയാണുള്ളത്, ഒരുപാട് അകലെയാണുള്ളത് ഫഹമിൻ്റെ കാര്യത്തിൽ ഒന്നുണ്ട്. മറ്റൊന്നുമിൽ എഴുത്തിനാബിൽ മദഉവിലോ, അല്ലെങ്കിൽ ആരെയാണോ വിളിക്കപ്പെടുന്നത് സംബോധിതനെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ്, അയാളെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയും അങ്ങനെ വിളിക്കും. അതായത് വസിയാദത്തിൽ ഹസ്തി അലൈഹി, അയാളെ കൂടുതൽ പ്രേരിപ്പിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒന്ന് സിയാദത്തുൽ ഹസ്ന് വേണ്ടിയാണ്, അലൈഹി വിളിക്കപ്പെടുന്ന കാര്യത്തിന് ഒന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടി. യാ എന്നുള്ളതും അതിൻ്റെ ശേഷമുള്ളതുമായിട്ടുള്ള ഇറാബുകളെക്കുറിച്ചാണ് പറയുന്നത്. യാ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ ഇനി യാ യുഹന്നാസ് എന്ന ഈ മൂന്നും കൂടി എന്താവുക എന്നുള്ള ഒരു ചർച്ച ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിൻ്റെ മുത്തഖീങ്ങളിൽ നമ്മളെ പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.